നിങ്ങൾ അല്ലാഹുവിനെ സംബന്ധിച്ച് നല്ല ബോധം ഉണ്ടാവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാത്ത്, അല്ലാഹു നിങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങൾ വ്യക്തമാക്കി തരികയാണ്. ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി. അല്ലാഹു തആല നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകാൻ അല്ലാഹു നമുക്ക് ഇൽമും അമലിന് തൗഫീഖും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ ഒരു കാര്യം കൂടെ ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാ, വെള്ളം കുടിക്കുമ്പോൾ ബിസ്മി ചൊല്ലുക, വീട്ടിൽ കയറുമ്പോൾ സലാം ചൊല്ലുക. പിശാച് അല്ലെങ്കിൽ അവിടെ ഇടപെടും. സമയമില്ലാത്തത് കൊണ്ടാണ് എനിക്കൊരു കാര്യം കൂടെ ചേർത്ത് പറയേണ്ടിയിരുന്നു. നിങ്ങൾ എന്നെ ശപിക്കാൻ തുടങ്ങും. ഒരു കാര്യം കൂടെ പറയട്ടെ, ഒരു കാര്യം കൂടെ പറയാണ്. ഭക്ഷണം കഴിച്ച് വയറ് നിറയാത്തൊരു വിഷയം വരുന്നത് എപ്പോഴാണെന്നറിയോ? ബിസ്മി ചൊല്ലാതെ തിന്നുമ്പോഴാണ്. ദാഹിച്ചിട്ടും കുടിച്ചിട്ട് ദാഹം മാറുന്നില്ല, ബിസ്മി ചൊല്ലാതെ കുടിക്കുമ്പോഴത് ഉണ്ടാവുക. ഭാര്യയുമായി ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുന്നു, ഇയാൾക്കത് മതിയാവണില്ല, ഇയാളിതൊരു കലാപരിപാടിയാണെന്ന വിചാരം. സുബ്ഹാനല്ലാഹ്, എന്താ വിഷയം? അവരുമായി ഇടപെടുമ്പോ ഒരു ദുആ പഠിപ്പിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ജന്നിബിനിശ് ശൈത്വാൻ, അല്ലാഹുമ്മ ജന്നിബിനശ് ശൈത്വാൻ വജന്നിബിശ് ശൈത്വാന മാ റസഖ്തനാ. പടച്ചോനെ, ഞങ്ങൾ രണ്ടുപേരെയും പിശാചിൽ നിന്ന് അകറ്റണമേ. ഞങ്ങൾക്ക് നീ എങ്ങാനും ഒരു കുഞ്ഞിനെ വിധിച്ചാൽ ആ കുഞ്ഞിനും പിശാചിന്റെ ഉപദ്രവം വരാതെ കാക്കേണമേ എന്ന് ദിക്ർ ചൊല്ലിയിട്ടേ ഭാര്യ ഭർത്താക്കന്മാർ ബന്ധപ്പെടാൻ പാടുള്ളൂ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താ കുഴപ്പം? പിശാച് ഇവരുടെ കൂടെയുണ്ടെന്നാണ്. അപ്പൊ ഇവന് മതിയാവണില്ല, അപ്പൊ ഇവന് മതി വരുന്നില്ല, ഭാര്യ തൃപ്തിയാവുന്നില്ല. എന്തേ പ്രശ്നം? അള്ളാന്റെ നാമം ഉച്ചരിച്ചില്ല. ഇതൊക്കെ അള്ളാഹു ചെയ്ത വലിയ നിഅമത്തുകളല്ലേ? സ്വർഗലോകത്തെ അനുഭവങ്ങൾ എന്താണെന്ന് അറിയാൻ ദുന്യാവിൽ അള്ളാഹു വെച്ച സാമ്പിളുകളാണെന്നാണ്. അള്ളാന്റെ നാമം ഉച്ചരിക്കുക, അപ്പോഴേ നിനക്ക് ആശ്വാസമാവുള്ളൂ. അള്ളാന്റെ നാമം ഉച്ചരിച്ച് ഭക്ഷണം കഴിക്കുക, അപ്പോഴേ നിനക്ക് വയറ് നിറയുള്ളൂ. അള്ളാന്റെ നാമം ഉച്ചരിച്ച് വെള്ളം കുടിക്കുക, അപ്പോഴേ നിന്റെ ദാഹം മാറുള്ളൂ. ഇത് ജീവിതത്തിൽ നമ്മൾ പകർത്ത് അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇവിടെ ഒരൊറ്റ ചോദ്യം ചോദിച്ചത്, ഒന്നും ഉണ്ടാക്കുമ്പോൾ ആൾക്കാർ കാലുമ തടവുന്നുണ്ട്, ഇത് ശരിയാവോ? ഇപ്പൊ സെന്ററിലൊക്കെ തന്നെ നിസ്കരിക്കുന്ന സമയത്തൊക്കെ അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടു. മൈതിസ്കാരൊക്കെ ഉണ്ടാവുമ്പോ തല തടവുന്നുണ്ട്, കാലുമ തടവി വരിക, അത് ശരിയാവില്ലല്ലോ. ലാമിന് കസ്റാണെങ്കിൽ തടവാൻ പറ്റിയെന്ന്, അങ്ങനെയാണ് വിഷയം. പക്ഷെ ഖുർആനുള്ളത് വഅർജുലക്കും, കഴുകേണ്ടതിൽപ്പെട്ടതാ കാല്. കാല് കഴുകിയേ പറ്റൂ, തടവിയാൽ ഒതു ശരിയാവില്ല. ഒതു ശിക്ഷമ തടവലും ഇല്ലാത്തതും നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രബലമായ അഭിപ്രായം സോക്സിമ തടവൽ ശരിയാവൂല എന്ന് തന്നെയാണ്. എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, ലെതർ കൊണ്ട് ഉണ്ടാക്കിയ ഒരു സോക്സ്, ലെതറിന്റെ നടക്കാൻ പറ്റും. അതും ഒതുവോടുകൂടെ അത് ധരിച്ചാൽ അടുത്തൊരു ഒതു എടുക്കുമ്പോൾ തടവിയാൽ മതി. സോക്സ് ഒക്കെ എന്താണ് ഊരെ കിട്ടുന്ന സാധനമല്ലേ, ടിഷ്യൂ ഇഷ്ടം പോലെ അല്ലേ, അതും ഡ്രൈ ചെയ്യാനൊക്കെ എളുപ്പമല്ലേ. കാലിന് അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ കഴുകണം എന്ന് അള്ളാഹു പറഞ്ഞതാ. കഴുകിയേ പറ്റൂ, മടമ്പ് വരെ നിർബന്ധമാണ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ.